തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ. ഷീജ വിവരങ്ങളുമായി ചേരുകയാണ്. ഷീജ, എന്താണ് പുതിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ കിട്ടുന്ന വിവരങ്ങൾ, വിശദാംശങ്ങൾ? ഏതായാലും വി.എസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു. ആ പുരോഗതി അതുപോലെ തന്നെ മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് ഇറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന മെഡിക്കൽ ബുള്ളറ്റിനിലാണ് ആ രീതിയിൽ തന്നെ ആരോഗ്യനില മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം രാത്രി മകൻ വി അരുൺകുമാർ അറിയിച്ചതും ഹൃദയമിടിപ്പും ശ്വാസവും ഒക്കെ സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസവും ആശുപത്രിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഈ വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, ആ രീതിയിലുള്ള ഡയാലിസിസ് അത് തുടരുകയാണ്. 72 മണിക്കൂർ നീണ്ട ഡയാലിസിസ് ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ തീവ്രപരിചരണ വിഭാഗത്തിൽ നിലവിൽ വെന്റിലേറ്റർ സപ്പോർട്ടിൽ തന്നെയാണെങ്കിൽ പോലും മരുന്നുകളോട് പ്രതികരിക്കുന്ന ഒരു രീതി അത് വി.എസ്. കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ആശ്വാസകരമായ രീതിയിൽ ഡോക്ടർമാർ അറിയിക്കുന്നു. കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ശരി ഷീജ.